എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ചെമ്പന്തലയും പൈററ്റും നമ്മുടെ മഞ്ഞ പൈററ്റും അവർ രണ്ടുപേരും ഇപ്പൊ കൂമയെ അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കണ്ടുപിടിക്കാനോ കറക്റ്റ് ആയിട്ട് അവനെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാനോ കഴിയില്ല. പക്ഷെ അപ്പോഴേക്കും വലിയൊരു മിലിറ്ററി കൂട്ടം തന്നെ അവിടേക്ക് ഓടി വരികയാണ്. ആ മിലിറ്ററി ടീമിനെ കണ്ട പൈററ്റ്സ് അവരെങ്ങനെയെങ്കിലും കൂമയെ തോൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് രക്ഷപ്പെടാൻ തയ്യാറെടുക്കും. ഇവിടെ മിലിറ്ററി ടീം അവർ ഓടി ഓടി ഓൾമോസ്റ്റ് അടുത്തെത്താറായി. പക്ഷെ അപ്പോഴായിരിക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങള്, തോക്കുകള് അതെല്ലാം തന്നെ ദൂരേക്ക് പറന്നു പോവാണ്. അത് പറത്തിയെടുത്തത് അത് മറ്റാരുമല്ല, നമ്മുടെ ചെമ്പമുടിയൻ പൈററ്റാണ്. അവൻ ആ വെപ്പൻസ് മുഴുവൻ ഉപയോഗിച്ച് ഇപ്പൊ കൂമയെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഐലാൻഡിന്റെ മറ്റൊരു സൈഡ് കാണിക്കും. ആ ഒരു ബ്ലാസ്റ്റ് അതിന്റെ പുറകിൽ മറ്റാരുമല്ല, നമ്മുടെ ലൂഫിയും ടീമുമാണ്. സെക്കൻഡ് കൂമയായിട്ട് കാര്യമായിട്ട് ഫൈറ്റ് ചെയ്യും. ഓടി വന്നും ചാടി വന്നും കമ്പൈൻ ചെയ്തും ഒക്കെ അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ എല്ലാവരെയും റെസിസ്റ്റ് ചെയ്തും രക്ഷപ്പെട്ടും ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആങ്കിയും ചോപ്പറും ഉസോപ്പും അങ്ങനെ എല്ലാ ആൾക്കാരും ഓരോ ഭാഗത്തൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് കൂമയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. രക്ഷപ്പെടാൻ പോലും നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ട്. അപ്പൊ എങ്ങനെ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമെന്നായിരിക്കും ഇപ്പൊ നാമി അവള് കാര്യമായിട്ട് ചിന്തിക്കുക. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ അവന്റെ ഇന്നർ ബോഡി അത് മുഴുവനായിട്ടും തകർന്നിരിക്കുകയാണ്. പക്ഷെ സിറ്റുവേഷൻ വീണ്ടും വീണ്ടും വേഴ്സ്റ്റ് ആവുന്നു കണ്ട സോറോ അവൻ വീണ്ടും അവന്റെ വാളെടുത്ത് എഴുന്നേറ്റ് നിൽക്കും. ജോറോ അവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചോപ്പർ അവനാണെങ്കിൽ അവന്റെ സൈസ് അത് വലുതാക്കി മാറ്റി ഇപ്പൊ കൂമയെ അറഞ്ച പൊറഞ്ച് ഇടിക്കുകയാണ്. ചോപ്പറിന്റെ ഇടിയില് കൂമ അവൻ കുറച്ചു ദൂരം പുറകിലേക്ക് പോവും. പക്ഷെ അവന് കാര്യമായിട്ടൊന്നും പറ്റില്ല. അവൻ ചോപ്പറിനെ പിടിച്ചു വലിച്ച് ഇപ്പൊ ലേസർ പവർ ഉപയോഗിക്കാൻ അങ്ങനെ റെഡിയാവും. അടുത്ത നിമിഷം ഫ്രാങ്കി അവൻ എടുത്തു ചാടി ഇപ്പൊ ചോപ്പറിനെ അവിടുന്ന് രക്ഷപ്പെടുത്തും. അതിനുശേഷം ഫ്രാങ്കി അവൻ ആ വില്ലനെ അടിക്കാനായിട്ട് തുടങ്ങും. കൂമ നൈസായിട്ട് അവന്റെ വിരലൊന്ന് ഞൊടിക്കും. ഫ്രാങ്കി തെറിച്ചുപോയി അടിച്ചു വീഴും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബ്രൂക്ക് അവനാണെങ്കിൽ ഒരു മരത്തിന് മുകളിൽ കയറി കൂമയ്ക്ക് നേരെ എടുത്തു ചാടി അവന്റെ സ്ക്വാഡ് എടുത്ത് അവന്റെ ബോഡിയിലേക്ക് എടുത്തു ചാടും. സ്ക്വാഡ് അവന്റെ ബോഡിയിൽ എവിടെയോ സ്റ്റക്കായി നിൽക്കും. ബ്രൂക്കിനാണെങ്കിൽ അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ അറ്റാക്ക് ചെയ്യാനാവില്ല. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ വാള് അത് തിരിച്ചു വലിച്ചെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അത് വരില്ല. അണി പാളിന്ന് മനസ്സിലാക്കിയ ബ്രൂക്ക് അവൻ നിലവിളിക്കാൻ തുടങ്ങും. രക്ഷിക്കടാ, ഞാൻ പെട്ടുപോയിന്നൊക്കെ പറഞ്ഞ് അവൻ അലറാണ്. ഉടനെ വീഴാണ് വലിയൊരു കോലി ആ കൂമയുടെ ബോഡിയില്. അവന്റെ ബോഡിയിൽ വീണ് പൊട്ടങ്ങോട്ട് തെറിക്കും. നമ്മുടെ ബ്രൂക്ക് ആണെങ്കിൽ താഴേക്കും വീഴും. ബ്രൂക്കിന് മനസ്സിലാവും ആ അറ്റാക്കിന്റെ പിന്നിൽ മറ്റാരുമല്ല ഉസോപ്പാണെന്ന്. ഉസോപ്പാണെങ്കിൽ ബ്രൂക്കിന്റെ കൈ പിടിച്ചുയർത്തി അവർ രണ്ടുപേരും ഓടാൻ തുടങ്ങും. അപ്പൊ കൂമ അവൻ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒട്ടും വയ്യാതെ ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. ആങ്കിക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവന്റെ ബോഡിയിലുള്ള ഏതോ ഒരു കണക്ഷൻ അത് കട്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവനിപ്പോ താഴേക്ക് വീഴുന്നത്. മാത്രമല്ല നമ്മളടിച്ച അറ്റാക്കില് അവന്റെ ബോഡിയിൽ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. സോ ഇതാണ് പറ്റിയ അവസരം. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം. ഇവനും എന്നെ പോലെ ഒരു മോഡിഫൈഡ് ഹ്യൂമൺ ആണ്. അപ്പാ കൂമ അവൻ തലയുയർത്തി ഇപ്പൊ നാമിയെ സ്കെച്ച് ചെയ്യും. അത് കണ്ട് സാഞ്ചി അവൻ നിലവിളിച്ചു പറയും, നാമി ഓടിക്കോ, ആ കൂമ അവൻ നിന്നെ തന്നെയാണ് എയിം ചെയ്യുന്നത്. അപ്പൊ അതേസമയം കൂമ അവൻ കറക്റ്റ് ആയിട്ട് ലേസർ പവർ അവളുടെ തലയിൽ തന്നെ എയിം ചെയ്തു കഴിഞ്ഞു. ഉടനെ വീഴാണ് അവന്റെ ബോഡിയിലേക്ക് റോബിന്റെ കൈകള്. റോബിൻ അവളുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് അവളുടെ കൈകളെല്ലാം ഉപയോഗിച്ച് അവനെ പിടിച്ചു വലിക്കാൻ തുടങ്ങും. നാമി ആണെങ്കിൽ അവളുടെ തണ്ടർ പവർ എടുത്ത് ആഞ്ഞടിക്കും. കൂമയുടെ കൺട്രോൾ പോയി അവൻ കറങ്ങാൻ തുടങ്ങും. പക്ഷെ അപ്പോഴും അവന്റെ ലേസർ പവർ അത് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് സാഞ്ചി അവന്റെ കാല് ഇപ്പൊ തീക്കനലാക്കി മാറ്റും. എന്നിട്ടൊരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. ആ ഒരു ചവിട്ടില് ഇപ്പൊ അവന്റെ ബോഡി മുഴുവൻ തീ കത്തി പടരാണ്. അടുത്തതായിട്ട് സോറോ അവൻ ഡീമൻ അറ്റാക്ക് ഉപയോഗിച്ച് ഇപ്പൊ 3ഉം 4ഉമായി മാറി കൂമയെ അച്ചറം പൊച്ചറം ആഞ്ഞു വെട്ടും. ചോര തുളുമ്പി അവനിപ്പോ മുകളിലേക്ക് തെറിച്ചു പോവും. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി അവൻ തേർഡ് ഗിയറിലേക്ക് പോയി അവന്റെ കൈ ചുരുട്ടി ആഞ്ഞൊരിട്ടി. ആ ഒരു അടിയില് പിന്നെ അവൻ അനക്കൊണ്ടാവില്ല. അവനവിടെ മരിച്ചു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയെ കാണിക്കും. അവൻ ഓൾറെഡി അവന്റെ പവർ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന്റെ സൈസ് അത് ഒരുപാട് ചെറുതായി അങ്ങനെ വീണ് കിടക്കുകയാണ്. മാത്രമല്ല ആ കൂമയ്ക്കും ഇപ്പൊ അനക്കൊന്നുമില്ല. അവന്റെ ബോഡിയിൽ നമ്പർ 4 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ടാവും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും ഇവനെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ട്. അതിനുശേഷം ഉസോപ്പ്, ചോപ്പർ, ലൂഫി അങ്ങനെ എല്ലാവരെയും കാണിക്കുകയാണ്. അവര് ഫൈറ്റ് ഒക്കെ ചെയ്ത് ശ്വാസമൊക്കെ വലിച്ചു വലിച്ച് ഓരോ മൂലയ്ക്ക് കിടക്കും. ഉസോപ്പ് തീർത്തു പറയും, എനിക്ക് ഒട്ടും എനർജി ഇല്ല, എന്നെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാനാവില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോഴായിരിക്കും ഫ്രാങ്കി അവനൊരു കാര്യം പറയാ, നമുക്കിപ്പോ
ഓടി രക്ഷപ്പെടാനാവില്ല. വർക്ക് അത് കംപ്ലീറ്റ് ആവാൻ ഇനിയും 2 ദിവസം കൂടെ ബാക്കിയുണ്ട്. സോ നമ്മൾ ഇവിടെ തന്നെ നിന്ന് ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. അതല്ലാതെ ഇപ്പൊ നമ്മുടെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. അപ്പോഴായിരിക്കും വലിയൊരു ശബ്ദം കേൾക്കുക. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വീണ്ടും ഏതോ ഒരു എനിമി അവിടേക്ക് വന്നു എന്ന് കരുതി ടെൻഷനായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പേടിച്ച് നോക്കുകയാണ്. നമ്മുടെ ആൾക്കാർ അവിടേക്ക് നോക്കുമ്പോഴേക്കും ആ സാധനം അത് മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അത് ചീത്ത വിളിക്കുന്നത് നമ്മുടെ ആൾക്കാരല്ല, ആ നമ്പർ 4 കൂമയാണ്. യു ആർ അൺബിലീവബിൾ. നീ ആക്ച്വലി ഇത്രയും വീക്കായിരുന്നോ? ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ആൾക്കാർ കണ്ണൊക്കെ തള്ളി അവനെ കറക്റ്റ് ആയിട്ട് നോക്കും. അത് മറ്റാരുമല്ല, ആ സാക്ഷാൽ സെന്റമറു. അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ മറ്റൊരു കൂമയും കൂടെ ഉണ്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടേ? അതിന് സെന്റമറു, ഞാൻ ആരാണെന്ന് ഒരു കാരണവശാലും നിങ്ങളോട് പറയില്ല. പക്ഷെ വഴിയെ ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഒരു കാരണവശാലും നിങ്ങൾ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു കൂമയുടെ പവർ അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവന്റെ പവറിന് മുൻപില് ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. ഉറപ്പായിട്ടും നിങ്ങൾ തോറ്റു പോകുന്നു പറഞ്ഞ് ആ കൂമയെ ഇപ്പൊ സെന്റമറു അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാക്കും. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. ലൂഫി പറയും, ഇനി ഇവിടെ നിന്നാ അത് വലിയ അപകടമാണ്. നമുക്കൊരിക്കലും ഇവരോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. സോ ഇനി ഒട്ടും സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. പക്ഷെ ഗ്രൂപ്പായിട്ട് പോയാ അത് പ്രോബ്ലം ആയിരിക്കും. സോ എല്ലാവരും തനിച്ച് ഓരോ ഭാഗത്തൂടെ ഓടി രക്ഷപ്പെടുക. അതാണ് സേഫ്. ലൂഫി അത് പറയേണ്ട താമസം സോപ്പു ആണെങ്കിൽ ഇപ്പൊ ടീമായി അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് സോറോ, സാഞ്ചി, ലൂഫി അവരും ഒരു ടീമായി ഓടാൻ തയ്യാറായി നിൽക്കുകയാണ്. സാഞ്ചി സോറോയോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആക്ച്വലി സോറോയ്ക്ക് തീരെ വയ്യ. പക്ഷെ എങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് അവൻ പറയും, ഞാൻ ഓക്കെയാണ്. നമ്മൾ 3 പേര് ഒരുമിച്ച് പോയാൽ ശരിയാവില്ല. സാഞ്ചി, നീ നാമിയുടെ കൂടെ അവളെ പ്രൊട്ടക്ട് ചെയ്ത് പോണം. അത് കേൾക്കേണ്ട താമസം സാഞ്ചി ഡബിൾ ഹാപ്പിയായി അവളുടെ പിന്നാലെ ഓടും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ കൂമയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ലേസർ പവർ ആ ഉസോപ്പിനെ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് അടിക്കാൻ റെഡിയാവും. അത് കാണേണ്ട താമസം നമ്മുടെ ഉസോപ്പ് അവൻ എടുത്തു ചാടി വന്ന് ഇപ്പൊ സോറോയുടെ കഴുത്തിൽ തൂങ്ങി നിലവിളിച്ച് കരയാൻ തുടങ്ങും. അത് കണ്ട് ബ്രൂക്ക് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാനും പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവനും ചെറുതായിട്ട് ഉസോപ്പിനെ താങ്ങി ഇപ്പൊ ഉഷാറായിട്ട് ഓടും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഓരോരോ ടീമായിട്ട് പിരിഞ്ഞ് ഓടുകയാണ്. അത് കണ്ട സെന്റമറു അവൻ നിലവിളിച്ചു പറയും, കൂമ അവരെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല, അവരെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന് പറയും. ഉടനെ ഉസോപ്പ് ഒരു സ്മോക്ക് ബോംബ് അതെടുത്ത് സെന്റമറൂന് നേരെ വലിച്ചെറിയും. പക്ഷെ ആ കൂമയാണെങ്കിൽ എന്നിട്ടും വിടാൻ തയ്യാറാവില്ല. സാഞ്ചി, ഫ്രാങ്കി, നാമി 3 പേരും രക്ഷപ്പെട്ടു പോകാനിരിക്കുന്ന ഒരു ബ്രിഡ്ജ് അതവൻ കറക്റ്റ് ആയിട്ട് എയിം വെച്ച് തകർക്കും. ഉടനെ ആ സെന്റമറു അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ബ്ലോക്ക് ചെയ്ത് അവന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ലൂഫി അവന്റെ ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ സെന്റമറുവിനെ പൊറഞ്ച് ഇടിക്കാൻ തുടങ്ങും. സെന്റമറു ആണെങ്കിൽ ക്യാഷിലായി അവന്റെ 2 കൈയും ലൂഫിക്ക് നേരെ നീട്ടും. ഒരു വമ്പം പവർ അതങ്ങനെ വന്ന് ലൂഫിയെ ഇടിച്ച് തെറിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് അടിച്ചു വീഴ്ത്തും. കട്ട് ചെയ്താ ഇവിടെ സോറോ ആൻഡ് ടീമിന്റെ മുൻപില് മറ്റൊരുവൻ വരും. അവൻ വലിയൊരു പവർ വെച്ച് ഇപ്പൊ സോറോയെ ആഞ്ഞടിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കിസറു. അവനിപ്പോ സോറോയെ ചവിട്ടാനായി അവന്റെ കാലുയർത്തും. അത് കണ്ട് ലൂഫി അവൻ പേടിച്ച് നിലവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.